പ്രതിപക്ഷ നേതാക്കന്മാർ പറഞ്ഞത് 10 വർഷക്കാലത്തെ ഭരണഘടനാ ധ്വംസനം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പോലെ തന്നെയാണ്. ഈ 10 വർഷക്കാലത്തെ ജനാധിപത്യ ധ്വംസനമോ ഭരണഘടനാ ലംഘനമോ എന്താണ്? ഒരു പ്രോട്ടേം സ്പീക്കറായി സുരേഷ് കൊടിക്കുന്നിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ അതിന് അധികാരപ്പെടുത്തിയില്ല എന്നുള്ളതാണോ ഭരണഘടനാ ധ്വംസനം? അതെങ്ങനെ ഭരണഘടനാ ധ്വംസനമാകും? അത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അല്ല, ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം എന്താണ്? കീഴ്വഴക്കം രേഖപ്പെടുത്തുന്നതല്ല, അത് അതാത് സമയത്തെ സർക്കാരിനെ നടപടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെ ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് സുരേഷ് കൊടിക്കുന്നിൽ പോയില്ല? അതെങ്കിലും ആ ഒരു അർഹതയുള്ള, ആ ഒരു അധികാരമുള്ള, ആ ഒരു അവസരം ലഭിച്ച ആ കൊടിക്കുന്നിലിനെ അത് നിഷേധിക്കാൻ തീരുമാനിച്ച പാർട്ടിയാണ് വാസ്തവത്തിൽ സുരേഷ് കൊടിക്കുന്നിലിന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ധ്വംസിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.